അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്. അപ്പം നല്ലൊരു തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞാണ്ട് തിരുമ്പാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു തിരുമ്പാൻ. പിന്നെ നമ്മളെ മോളും പേരക്കുട്ടികളൊക്കെ ഉള്ളൊരു ദിവസമാണിന്ന്. എൻ്റെ 2 മക്കളെ കല്യാണം കഴിഞ്ഞിരിക്കണു. അവർക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. കുറേ കുട്ടികളൊന്നുമില്ല. വലിയവർക്ക് രണ്ടാമത്തെ ഇപ്പോൾ പ്രസവിച്ച് 40 കഴിഞ്ഞ് വന്നിക്കണു. ഓളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുള്ള ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിക്കാണ്ട് തിരുമ്പാൻ ഇറങ്ങിക്കുകയാണ്. അപ്പം അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ തോരയിടുകയാണ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖമല്ലേ? അപ്പം നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നുകാണ്ട് ഇനി കുറച്ച് ഉലുവ കഞ്ഞി വെക്കാണ്ട് പിന്നെ പ്രസവിച്ചെടുക്കണ ഓക്ക് കൊടുക്കാനാണ്, മോൾക്ക് കൊടുക്കാനാണ്. 40 കഴിഞ്ഞേക്കണം. എന്നാലും നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതല്ലേ? പ്രസവിച്ച് കിടക്കണവർക്ക് മാത്രമല്ല കേട്ടോ. ഭാവിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയനേ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്ത് ഞാൻ കണ്ടു ഞെട്ടി. മധുരാനുഭൂതികൾ അയവിറക്കി, മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി. കരളിൻ ചുടുരക്ത മഷിയിൽ മുക്കി, കത്തിൻ്റെ കതിർമാല കോർത്തൊരുക്കി. വാക്കുകൾ കൂരമ്പായി കുത്തിത്തറക്കുന്നു, വാക്യങ്ങൾ ഒരു വീഴ്ച വാളായി അറുക്കുന്നു. കരളിനെ ഒരു 100 കഷ്ണം നുറുക്കുന്നു, കത്തു പിടിച്ച എൻ കൈകൾ വിറയ്ക്കുന്നു. ഞെട്ടിപ്പോയി, ഹൃദയം പൊട്ടിപ്പോയി, ഞെട്ടിപ്പോയി, ഹൃദയം പൊട്ടിപ്പോയി. കത്തിന് മറുപടി തരാനൊരു പിടിയില്ല, മുട്ടിപ്പോയി, ഉത്തരം മുട്ടിപ്പോയി. മക്കളെ, ഈ പാട്ട് കേട്ടിക്കാണ്ട് ആരും ഫോൺ ഓഫാക്കിക്കാണ്ട് പോവല്ലിട്ടോ. ഈ പാട്ട് പാടിയാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഈ പാട്ട് ഓഫാക്കില്ല, ഫോൺ ഓഫാക്കിക്കാണ്ട് ആരും പാട്ട് കേട്ടി ഓടിപ്പോവല്ലേ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നൊരു പാട്ട് മീൻ നന്നാക്കുന്ന സമയത്ത് ഇങ്ങനെ പാടിയതാണ്. നമ്മളെ കുട്ടികളപ്പോൾ കുറേ കാലം അബുദാബി തന്നെയായിരുന്നു കേട്ടോ. കുറേ കാലം എന്ന് പറഞ്ഞാൽ 25 വർഷത്തോളം അബുദാബി തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ മുമ്പേ ഉണ്ടല്ലോ ഈ പാട്ട്. അങ്ങനെ മനസ്സിലൊരു ഓർമ്മ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ പാടി നോക്കിയതാണ് കേട്ടോ. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചോണ്ടി. അപ്പം ആ കുഞ്ഞമ്മത്തി കുറേ ഉണ്ടായിരുന്നു. അത് നന്നാക്കി കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. കുറേ മീൻ നന്നാക്കിയ പാത്രവും ചോറ് ഊറ്റിയ കൊട്ടക്കയിലും അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോറാൻ. ഒരുപാട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മോറി വെക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോണ്ടി, ഷെയറും ചെയ്യോണ്ടി, സബ്സ്ക്രൈബും ചെയ്യോണ്ടി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യോണ്ടി. അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോണ്ടി, സബ്സ്ക്രൈബൊക്കെ ചെയ്തിക്കാണ്ട്. അപ്പം നമ്മളങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി മീനോട് നന്നാക്കി വെച്ചിക്കണ്. പിന്നെ ചോറൊക്കെ കഴിക്കണ്. ഉലുവാക്കഞ്ഞിയുടെ അടുപ്പത്തുണ്ട്. നമ്മൾ അകൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരട്ടെ. അങ്ങനെ ആദ്യം നമ്മൾ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഇരിച്ചാണ്. ഉണ്ടാക്കൊക്കെ ഒന്ന് അടിച്ചു വാരി നന്നാക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമാണ്. എല്ലാ പണി ഒരുമിച്ചുള്ളൊരു ദിവസമാണ്. ഇവിടെ പിന്നെ പേരക്കുട്ടിയും എൻ്റെ ചെറിയ മോന് 4-4.5 വയസ്സായിട്ടുള്ളൂ. ഇത് 2 കൂടി കളിച്ചുകാണ്ടേ കുറേ കളി സാധനം അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടിക്കണ്. പിന്നെ അത് നന്നാക്കാൻ തന്നെ വേണം കുറച്ച് നേരം. എത്ര പിന്നെ ഒതുക്കി പെറുക്കി വെച്ചാലും ഓല് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടും കേട്ടോ. ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല, ചെറിയ കുട്ടികളല്ലേ. ഓൽക്കിപ്പോൾ അത് മാത്രമല്ലേ ഉള്ളൂ പണി. നമ്മളെ മാതിരി പെരയത്തെ പണിയൊന്നുമില്ലല്ലോ. ഓൽക്ക് ഇങ്ങനെ കളിച്ചണ സാധനം വലിച്ചിടുക, നിരത്തുക, അതൊക്കെ തന്നെയല്ലോ ഓലെ പരിപാടി.
അങ്ങനെ അതൊക്കെ കുറേയൊക്കെ പൊറുക്കി കൂട്ടി വെച്ച് പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ചു വരുവാണ്. ഈ ചൂല് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ മക്കളെ നമ്മളെ അടിച്ചോരി തുടക്കലൊക്കെ കഴിഞ്ഞുകാണ്ട് ഇനി നമ്മൾ കൂട്ടാണ്ടാക്കാനുള്ള പരിപാടിയാണ്. വേഗം അടിച്ചോരി തുടച്ചിടാൻ ഞാൻ പെട്ടെന്നൊക്കെ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ രപ്പേകാരം. അപ്പോൾ ആ പണിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയിക്കാണ്ട് അതും കഴിച്ചിരിക്കണേ. അടിച്ചോരി തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി സാവധാനം ഇങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ. ഒരുപാട് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമെന്ന്. അപ്പോൾ അതിൽ പെട്ട കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുളക്കൽ തുടങ്ങിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്കൊക്കെ ഉരുളക്കിഴങ്ങ് പൊരിച്ചാന്ന് വെച്ചാൽ ജീവനേക്കാരം. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കട്ടെ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചിലവാകും ചെയ്യും. അപ്പോൾ നമ്മൾ ലേസിനൊക്കെ അരിയണ മാതിരി ഇങ്ങനെ കട്ടില്ലാതെ അരിയാണ്. അങ്ങനെയൊന്നും ആയിട്ടില്ലെങ്കിലും അതിന് ഏകദേശം കഴിക്കണു. അപ്പം അങ്ങനെ നമ്മൾ അരിഞ്ഞുണ്ടാക്കിക്കണ്. ഇനി മസാലയൊക്കെ വറ്റിക്കാണ്ട് നമ്മളൊന്ന് ഉരുളക്കിഴങ്ങ് പൊരിച്ചണം, മീൻ ഉണ്ടാക്കണം. ഈ സാധനം കണ്ട് നിങ്ങളിത് ഇന്ന് വാങ്ങിക്കൊടുന്നതാണ്. ഓരോ ദിവസം അങ്ങാടിക്ക് പോകുമ്പോഴും കുട്ടികൾ ഓരോന്ന് വാങ്ങിക്കൊണ്ടുവരണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരു വണ്ടിച്ചക്രമൊക്കെ വിറ്റില്ലേനോ, അതേമാതിരി പ്ലാസ്റ്റിക് നമ്മളിങ്ങനെ അവായി ചെരുപ്പോണ്ടൊക്കെ മുറിച്ചുണ്ടാക്കിക്കാണ്ട് അങ്ങനെയൊക്കെ അല്ലേ വണ്ടിച്ചക്രമൊക്കെ വിറ്റിൻ്റെ. ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട മക്കളെ. ഇപ്പം അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഉണ്ട്. ഞാനൊക്കെ അങ്ങനെ കേട്ടോ, ഈ അവായി ചെരുപ്പൊക്കെ വട്ടത്തിൽ മുറിച്ചിക്കാണ്ട് അതുകൊണ്ടൊക്കെ വണ്ടി ഉണ്ടാക്കിയൊക്കെ കഴിച്ചീനു. എല്ലാവർക്കും കഴിച്ചിട്ടുണ്ടാവും വിചാരിച്ചു. അപ്പം അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചണുണ്ട്. അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ കഴിക്കണ്. ഇനി നമുക്ക് തിരുമ്പി കുളിച്ച് അകത്തേക്ക് കയറാൻ തന്നെ ഉള്ളൂ. എല്ലാ പണിയും ഒരുങ്ങിക്കണ്. തുടക്കണ വീഡിയോ ഇപ്പം ഇടണുള്ളൂ കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞേനു. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.